പെരിന്തൽമണ്ണ മണ്ണാർമല മാട് റോഡാണിത്. ഇവിടെയാണ് ഏറ്റവും അധികം തവണ പുലിയെ കണ്ടിട്ടുള്ളത്. ഈ പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പലതവണ പതിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പുലിയുടെ കൂട്ടിലേക്ക് വയ്ക്കാനുള്ള ആടിനെ ഇവിടെ കെട്ടിയിട്ടത് കാണാം. ഈ റോഡിൻ്റെ വശത്താണ് ഈ പുലിയെ നേരത്തെ കണ്ട CCTV ക്യാമറ ഉള്ളത്. അതോടൊപ്പം തന്നെയാണ് അതിനോട് ചേർന്ന് തന്നെ പുലിയുടെ കൂടും സ്ഥാപിച്ചിട്ടുള്ളത്. അത് ഈ ഒരു പ്രദേശത്തിന്, അതായത് ഈ റോഡിനപ്പുറത്തുള്ള കാട് പിടിച്ച മേഖലയിലാണ് ഉള്ളത്. കഴിഞ്ഞ 4 മാസമായിട്ട് ഈ മേഖലയിലൂടെ പുലിയുടെ സഞ്ചാരം സ്ഥിരമായിട്ട് കണ്ടിട്ടും അത് സ്ഥിരീകരിക്കുന്ന CCTV ക്യാമറ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും പുലിയെ പിടികൂടാൻ കാര്യക്ഷമമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. നമുക്ക് കാണാം, ഇത് പണ്ട് കല്ല് പൊട്ടിച്ചെന്ന ഒരു സ്ഥലമാണ്. അതിനപ്പുറത്താണ് ഈ പുലിയെ പിടികൂടാനായിട്ടുള്ള കൂട് നാട്ടുകാർ സ്ഥാപിച്ചിരിക്കുന്നത്. പലവട്ടം വനം വകുപ്പിനോട് ആവശ്യപ്പെട്ടതിന് ശേഷമാണ് വനം വകുപ്പ് ഈ കൂടെങ്കിലും സ്ഥാപിച്ചത്. പക്ഷേ ഈ കൂട് വെച്ചിട്ടും വലിയ കാര്യമൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നമുക്ക് ഇവിടെ കാണാം, പുലിയെ പിടികൂടാൻ സ്ഥാപിച്ച കൂടാണിത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ആണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞ ക്യാമറയും ഉള്ളത്. സഞ്ചാരപഥമെന്നാണ് ആ ദൃശ്യങ്ങളൊക്കെ തന്നെ തെളിയിക്കുന്നത്. കഴിഞ്ഞ ദിവസം 3 തവണയാണ് ആ ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞിട്ടുള്ളത്. അതും പുലർച്ചെ 3 മണിക്കും 4 മണിക്കും ഇടയിലാണ് ആ ദൃശ്യങ്ങൾ. മറ്റൊരു CCTV ക്യാമറ, നിരീക്ഷണ ക്യാമറ ഇതാ ഇവിടെയും സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാം സോളാറിൽ പ്രവർത്തിക്കുന്നതാണ്. അതായത് 24 മണിക്കൂറും ഈ ക്യാമറയിലെ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ നാട്ടുകാരാണ് ഈ CCTV ക്യാമറ എല്ലാം സ്ഥാപിച്ച് എപ്പോഴെല്ലാം പുലി കടന്നു പോകുന്നു, ഏത് വഴിയെല്ലാം കടന്നു പോകുന്നു എന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു കൂട് സ്ഥാപിക്കുന്ന നടപടി മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിലാണ് നാട്ടുകാരുടെ പ്രതിഷേധം മുഴുവൻ. കാരണം ഇത്രയും തവണ പുലിയെ കണ്ടിട്ടും ഈ ഒരു മേഖല ഇതൊരു വനമേഖലയോട് ചേർന്നുള്ള പ്രദേശമാണ്. ഇവിടെ നിരവധി ഇടങ്ങളിൽ പുലിയെ കണ്ടവരുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു മണ്ണാർമല പ്രദേശം, ഇതിനപ്പുറത്തുള്ള പട്ടിക്കാട്, അതിനപ്പുറത്തുള്ള വലമ്പൂര്, മങ്കട, ചേരിയം തുടങ്ങി പുലി സ്ഥിരമായി കടന്നു പോകുന്ന നിരവധി സ്ഥലങ്ങളുണ്ട്. ആ മേഖലയിലൊക്കെ പുലിയെ കണ്ടവരുണ്ട്. വാഹനത്തിൽ പോകുന്ന ഒരു പുലിയെ കണ്ട് പേടിച്ച് വീണ് അപകടം പറ്റിയെത്തിയിട്ടുണ്ട്. ഇതിനപ്പുറത്തുള്ള സ്ഥലത്ത് പുലി സ്ഥിരമായിട്ട് പന്നികളെയും മറ്റും തിന്നതിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് പുലി ഈ മേഖലയിലുണ്ട്. ഇത് കേന്ദ്രീകരിച്ച് തന്നെ ഒരു പരിശോധന, അരിച്ചു പെറുക്കിയുള്ള പരിശോധനയാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നാട്ടുകാരുടെ ഈ ആവശ്യം പലതവണയായി വനംവകുപ്പിന് മുമ്പിൽ ഇവർ ഉന്നയിച്ചിട്ട് വനം മന്ത്രിക്ക് പരാതി നൽകി, DFOയ്ക്ക് പരാതി നൽകി, കളക്ടർക്ക് മുമ്പാകെ പരാതി നൽകി. പക്ഷേ ഈ പരാതികളൊന്നും തന്നെ വേണ്ട നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഭാഗത്തുനിന്നുള്ള വലിയ വിഷമം. എന്നാണെങ്കിലും അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിലൂടെ ഉണ്ടാകും. ഈ ഒരു പുലിയെ പിടികൂടുവാൻ സത്വര നടപടികൾ എടുത്തിട്ടില്ലെങ്കിൽ വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് നാട്ടുകാർ ഉദ്ദേശിക്കുന്നത്. അതേക്കുറിച്ച് ഈ ഒരു റോഡ് ഉപരോധിച്ചോ അല്ലെങ്കിൽ DFOയുടെ ഓഫീസ് ഉപരോധിച്ചോ ആയിരിക്കും ആ ഒരു സമരം നടത്തുക എന്നുണ്ടാകുമെന്ന പ്രഖ്യാപനവും ഏറെ വേഗത്തിൽ തന്നെ ഉണ്ടാകും. എന്നിരുന്നാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സത്വര നടപടികൾ ഈ ഒരു പുലിയെ പിടികൂടാൻ ഉണ്ടായിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഈ ജനങ്ങൾക്ക് ഇത് കാരണം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രക്ഷോഭത്തിലേക്ക് ഈ നാട് നടന്നു നീങ്ങുകയാണ്. ഏറെ വൈകാതെ തന്നെ ഈ പുലിയെ പിടികൂടാൻ വേണ്ട നടപടികൾ സർക്കാർ എടുത്തില്ലെങ്കിൽ വലിയ പ്രതിഷേധം, വലിയ പ്രക്ഷോഭമായിട്ട് തന്നെ മാറുമെന്നും നാട്ടുകാർ ഉറപ്പിച്ചു പറയുന്നു. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, News 18.